മാക്യുലർ എഡിമ എന്ന് പറഞ്ഞാൽ മാക്യുലർ ഏരിയയിലുള്ള ഒരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്നുള്ളത് തന്നെയാണ് രോഗത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് അതിൻ്റെ എയിം ഒന്നേ വരാവൂ. അതായത് നീർക്കെട്ട് മാറണം, പിന്നെ വരരുത്. ഇത് തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പക്ഷെ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളിടത്താണ് പ്രാധാന്യം കിടക്കുന്നത്. അപ്പോൾ ഈ നീർക്കെട്ട് തനിയെ വരില്ല. അതിന് പിന്നിലൊരു കോസറ്റീവ് ഫാക്ടർ, ഒരു കാരണം ഉണ്ടായിരിക്കും. ഇവിടെ വരുന്നത് കണ്ണിനകത്തുള്ള ബ്ലഡ് വെസൽസിൽ നിന്ന്, അല്ലെങ്കിൽ മാക്യുലർ ഏരിയയിലേക്ക് ആവശ്യമില്ലാത്ത സ്ഥാനത്തോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്തോ ബ്ലഡ് വെസൽസ് പടരുകയോ അല്ലെങ്കിൽ എവിടേക്ക് എൻക്രോച്ച് ചെയ്യുകയോ ചെയ്ത് അതിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് സാധ്യത തടയുക എന്നുള്ളതാണ് ആയുർവേദത്തിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ചികിത്സയുടെ അടിസ്ഥാനം. അതായത് ആ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിലേക്ക് ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്.